നമസ്കാരം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെ സുധാകരൻ്റെ ഈ പ്രതികരണം നിങ്ങൾ കാണും. മനോരമ ചാനലിൽ ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ, ഷിബു ജോസഫിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭരണം മാറുമെന്ന് ഉറപ്പില്ല, പിണറായി മൂന്നാമതും വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അനുബന്ധമായി അദ്ദേഹം ചില വസ്തുതകൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് ചില പ്രധാന സംഭവങ്ങൾ നമ്മൾ ആദ്യം നോക്കണം. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് ന്യൂസ് ചാനലുകളിൽ വന്ന അഭിമുഖങ്ങളുടെ ഒരു പ്രളയമാണ്. കെ സുധാകരൻ്റെ അഭിമുഖം മൂന്നാമതായിട്ടാണ് വരുന്നത്. ആദ്യം പിണറായി വിജയൻ്റെ അഭിമുഖം ഏഷ്യാനെറ്റ് ന്യൂസിൽ സിന്ധു സൂര്യകുമാർ മുതൽ ന്യൂസ് മലയാളം 24/7 ഹർഷൻ വരെയുള്ള ആളുകൾ നിരക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലവിധ സുജിയ പർവതിയുടെ ബിഗ് ടി വിയിൽ അഭിമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിയ തോതിലുള്ള ചാനലുകൾ നിരനിരയായി നിന്ന് മുഖ്യമന്ത്രിയെ എല്ലാവിധ ചോദ്യങ്ങൾ, ഇപ്പോൾ സിന്ധു സൂര്യകുമാറിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇനി ഒഴിച്ചു നിർത്തിയ ഒരൊറ്റ ചോദ്യമില്ല. മരുമകൻ വരെയുള്ള, മകളും മരുമകനും വരെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു അഭിമുഖം ഇതിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നത് VD സതീശൻ്റെ അഭിമുഖമാണ്. വിനു വി ജോൺ നടത്തിയ അഭിമുഖമാണ്. കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേരളത്തിൽ 3-4 ദിവസം ചാനലുകളിലൂടെ നമ്മൾ കണ്ട വാർത്തകൾ, ഇങ്ങനെ ഇതൊന്നും കോൺഗ്രസിന് പുത്തരില്ല. കോൺഗ്രസിൻ്റെ ഗംഭീരമായ ചർച്ചയാണ് നടന്നത്, വിസ്മയങ്ങളാണ് നടന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ VD സതീശൻ്റെ വാദം സമർത്ഥിക്കാനാണ് അഭിമുഖത്തിൽ ഇരുവരും ചേർന്ന് ശ്രമിച്ചിട്ടുള്ളത്. ആ അഭിമുഖത്തിലെ ഒരു ശ്രദ്ധേയമായ കാര്യം, VD സതീശൻ പറഞ്ഞതിൻ്റെ ആ അന്തസത്ത കെ സുധാകരൻ്റെ പ്രതികരണവുമായി ചേർത്ത് വായിക്കണം. VD സതീശൻ പറയുന്നത് കേരളത്തിൽ വിസ്മയം ഉണ്ടാകുന്നതാണ് മൂപ്പര് പറഞ്ഞത്. വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കാണുകയും ചെയ്തു. അപ്പുറത്ത് നടന്ന കാലുമാറ്റത്തിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായ വിസ്മയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണുകയും ചെയ്തു. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണോ ഭരണം പിടിക്കാൻ പോകുന്നതെന്ന ചോദ്യം വിശകലന വിദഗ്ധരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അവിടെ ഭരണം ഉറപ്പായിട്ടും 100 സീറ്റിന് മുകളിൽ കിട്ടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദത്തെ ഖണ്ഡിക്കാൻ സിംഹഗർജനം എന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്ന കെ സുധാകരൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. VD സതീശൻ്റെ ഈ നീണ്ട അഭിമുഖം ഒറ്റ വാക്കിൽ സുധാകരൻ നിഷ്പ്രഭമാക്കി കളഞ്ഞു. സുധാകരൻ ഷിബു ജോസഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭരണത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ അതിനുള്ള ഉറപ്പ് വേണം. അത്രയും വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല. UDFിനുണ്ടാകും. സതീശൻ മാസങ്ങളായി 100 സീറ്റ് കിട്ടും 100 സീറ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതിന് ഉറപ്പില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. സുധാകരൻ്റെ പ്രകോപനം നിലവിൽ UDFിൻ്റെ സീറ്റ് ചർച്ച, കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചകളുടെ അന്തരീക്ഷത്തോട് ചേർത്ത് വേണം നമ്മൾ വായിക്കാൻ. സീറ്റ് ചർച്ച പൂർത്തിയായതിനു ശേഷം VD സതീശൻ രോഷാകുലനായിട്ടാണ് കുറേ ദിവസം ചാനലുകൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമുള്ള അഭിമുഖമാണ് നമ്മൾ കണ്ടത്. ഈ വാദങ്ങളെ ഖണ്ഡിക്കും വിധത്തിലുള്ള കെ സുധാകരൻ്റെ ഈ പ്രകോപനപരമായ പ്രതികരണമാണ് ഇനി നാളെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവയ്ക്കാൻ ഇടയുള്ള പ്രതികരണമാണ് ഇന്ന് ഷിബു ജോസഫിനോട് കെ സുധാകരൻ പറഞ്ഞത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ സീറ്റ് വീതം വെപ്പിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അന്തർധാരയാണ്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ പണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ സീറ്റ് ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടായ സീറ്റ് വീതം വെപ്പിൽ ആധിപത്യം നേടിയ ആളുകൾ ഉണ്ട് എന്നാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ ചർച്ചകളിൽ നിലവിലെ മത്സരിക്കുന്ന ആളുകളിൽ VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടാതെ KC വേണുഗോപാലിൻ്റെ അപ്രമാദിത്വം ഈ സീറ്റ് വിഭജനത്തിലുണ്ടായി എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള പേരും ചർച്ചയും ഒക്കെ വരുമ്പം സ്വാഭാവികമായി നിലവിലെ പട്ടികയിൽ നിന്ന് തർക്കങ്ങൾ ഉണ്ടാവും. ഭരണം കിട്ടുകയാണെങ്കിൽ, കോൺഗ്രസ് ഭരണത്തിൽ എത്തുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നൊക്കെ പറഞ്ഞ തർക്കങ്ങളുണ്ടാവും. അപ്പോൾ മുകളിൽ നിന്ന് KC വേണുഗോപാൽ കടന്നു വന്നേക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ വലിയ തോതിൽ നേരത്തെ തന്നെ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യത്തിന് പ്രസക്തി കൈവരിക്കും വിധത്തിലാണ് ഇപ്പോഴത്തെ സീറ്റ് വിഭജനം പൂർത്തിയായത് എന്നുള്ളതാണ് വരുന്ന വിശകലനം. 92 സീറ്റിൽ 3-1 KCക്കൊപ്പം നിൽക്കുന്നവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് രാഷ്ട്രീയ റിപ്പോർട്ടർമാർ, മാധ്യമപ്രവർത്തകർ വിശകലനം ചെയ്യുന്നത്. മാതൃഭൂമിയിൽ B ബാലഗോപാൽ ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ പേരും ഗ്രൂപ്പും പട്ടികയും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കണക്ക് വിശകലനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിലെ വാർത്തയാണ് ഞാൻ ഈ ഭാഗത്തിന് അടിസ്ഥാനമാക്കുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അധികാര സമവാക്യം മാറി മറഞ്ഞപ്പോൾ ഒരു ദശകത്തോളം A ഗ്രൂപ്പിനായിരുന്നു അപ്രമാദിത്വം ഉണ്ടായിരുന്നത്. പഴയ A ഗ്രൂപ്പുകാരും I ഗ്രൂപ്പുകാരായ പല നേതാക്കളും ഇപ്പോൾ KC പക്ഷത്താണ്. അംഗബലത്തിൽ, സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് A ഗ്രൂപ്പാണ്.
21 പേർ എ ഗ്രൂപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. വിശാല ഐ ഗ്രൂപ്പ് ശോഷിച്ചതോടെ ചെന്നിത്തല അനുയായികളായി നിൽക്കുന്നവർ 15 സ്ഥാനാർത്ഥികൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിശ്വസ്തരായ 8 പേർ കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഇതാണ് ആ പ്രധാനപ്പെട്ട വിവരം. ഇതിൻ്റെ അടിസ്ഥാനമായ ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ മറ്റ് വിശദാംശങ്ങളാണ് അദ്ദേഹം ആ വാർത്തയിൽ പി. ബാലഗോപാൽ പിന്നീട് പറയുന്നത്. തൃശൂർ ജില്ലയിലാണ് കെ.സി. വേണുഗോപാലിനോട് അടുപ്പമുള്ളവർ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കെ.സി. ഗ്രൂപ്പിൽപ്പെട്ടവർ ജനവിധി തേടുന്നു. ഇതിൽ 3 മണ്ഡലങ്ങൾ കോൺഗ്രസ് എ ക്ലാസ് മണ്ഡലമായി കരുതുന്നതാണ്: കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, തിരുവനന്തപുരം. ഈ ജില്ലകളിൽ കെ.സി. ഗ്രൂപ്പിലെ 3 വീതം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. മലപ്പുറം, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ 2 വീതം. എറണാകുളം ജില്ലയിൽ സ്ഥാനാർത്ഥികളിൽ കെ.സി. പക്ഷക്കാർ കുറവ് ഉണ്ട്. പ്രത്യക്ഷത്തിൽ കെ.സി. ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഒരു ജനപ്രതിനിധി മാത്രമാണ് ഈ ജില്ലയിൽ വീണ്ടും ജനവിധി തേടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ശിഥിലമായ എ ഗ്രൂപ്പിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗുണം ലഭിച്ചത്. നിലവിൽ നേതൃത്വമില്ലാത്ത എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി 21 പേരാണ് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. പഴയ എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, ബെന്നി ബെഹന്നാൻ എന്നിവരുടെ ശ്രമഫലമായാണ് ഇവരിൽ പലർക്കും സീറ്റ് ലഭിച്ചത്. എറണാകുളം ജില്ലയിൽ എ ഗ്രൂപ്പിന് ഏറ്റവും അധികം പ്രാതിനിധ്യമുണ്ട്. 5 എ ഗ്രൂപ്പുകാർ ഇവിടെയുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും 3 വീതം. കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ 2. മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ എ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾ. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പിന് കൃത്യമായൊരു നായകനില്ല. അതിനാൽ പലരും കെ.സിയുമായി അടുപ്പം പുലർത്താനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൻ്റെ ശക്തരായ പലർക്കും സീറ്റ് നിഷേധിച്ചു. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, എൻ സുബ്രഹ്മണ്യം ഇവർക്ക് കിട്ടിയിട്ടില്ല. അന്തിമ കണക്കെടുക്കുമ്പം ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന 16 പേർക്കാണ് സീറ്റുള്ളത്. വയനാട്, പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് കൂടുതൽ ചെന്നിത്തല ഗ്രൂപ്പുകാർ, 2 വീതം പേർ. കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം, മലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഒപ്പം നിൽക്കുന്നവരിൽ ഓരോരുത്തർക്ക്. ഇനി വി.ഡി. സതീശനോട് ഒപ്പം ഉറച്ചു നിൽക്കുന്ന 8 പേരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വി.ഡി. സതീശൻ ഗ്രൂപ്പിൽപ്പെട്ട 2 പേർ. പ്രത്യക്ഷത്തിൽ ഒരു ഗ്രൂപ്പിലും പെടാത്ത 9 പേരാണ് പട്ടികയിൽ ഉള്ളത്. എം.പിമാർക്ക് സീറ്റ് നിഷേധിച്ചെങ്കിലും പലരുടെ പേരുകളും പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കെ. സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളുകൾ, എം.പിമാർക്ക് നേരിട്ട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക്. കെ. സുധാകരൻ നിർദ്ദേശിച്ച കെ.പി. ഷാജുവാണ് തലശ്ശേരിയിൽ. അടൂർ പ്രകാശ് നിർദ്ദേശിച്ച രമ്യ ഹരിദാസ്, മീനാങ്കൽ കുമാർ, ശാന്തകുമാർ എന്നിവർ ഉണ്ട്. ആൻ്റണി നിർദ്ദേശിച്ച 2 പേർ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹന്നാൻ എന്നിവരുടെ ഓരോ പേരുകളും പട്ടികയിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആത്യന്തികമായി നിലവിലെ സാഹചര്യത്തിൽ ഈ പട്ടികയിൽ ജയിച്ചു വരുന്നത് അടുത്ത ഘട്ടമാണല്ലോ. നിലവിലെ പട്ടികയിൽ ആധിപത്യം കെ.സി. ഗ്രൂപ്പുകാർക്കാണ്. ഇനി അതിൽ ജയിച്ചു വരുന്നവരുടെ ആധിപത്യം കൂടി നോക്കണമല്ലോ. അത് ആർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആനുപാതികമായി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കെ.സിയുടെ ആളുകൾക്ക് തന്നെ കിട്ടും. കാരണം കൂടുതൽ ആളുകൾ അവരുടെ ടീമാണ്. ഒപ്പം ഈ എ ഗ്രൂപ്പിലെ ആളുകളുടെ പിന്തുണ കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ചെന്നിത്തലയേക്കാൾ ദുർബലമാണ് വി.ഡി. സതീശൻ്റെ പിന്തുണക്കാരുടെ എണ്ണം നിലവിൽ മത്സരിക്കുന്നത് തന്നെ എന്നുള്ളതാണ്. 9 പേരുടെ കണക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ മൊത്തത്തിൽ ഹൈക്കമാൻഡിൻ്റെ കൂടി താല്പര്യം ഇതിൽ പ്രധാനമായി നിൽക്കും. ഹൈക്കമാൻഡിൽ ഏറ്റവും കൂടുതൽ ശക്തനായി നിൽക്കുന്നത് കെ.സി. ആണ് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് കെ. സുധാകരൻ്റെ പുറത്തു നിന്നുള്ള 4ാമത്തെ ഒരു ശക്തി കൂടി അതിനകത്തേക്ക് കടന്നു വരാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ അത് നിഷേധിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം പുറത്തു നിന്ന് വലിയ തോതിൽ സമ്മർദ്ദം രൂപപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. കെ. സുധാകരൻ പറയുന്നത് വലിയ ഉറപ്പ് ഹൈക്കമാൻഡ് നൽകി എന്നാണ്. എന്താണ് ആ ഉറപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അമ്മാതിരി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് വി.ഡി. സതീശൻ വിനു വി. ജോണിനോട് സംസാരിക്കുന്നത്. ആ അഭിമുഖം അവസാനിക്കുന്നത് ഈ വാർത്തകൾ മുഴുവൻ ഫേക്കായിരുന്നു എന്നുള്ള ചർച്ചയിലാണ്. യഥാർത്ഥത്തിൽ ആ വാർത്ത എല്ലാം ശരിയാണ്, അതായത് രാജിവെക്കുന്നൊന്നും പറഞ്ഞ് സമ്മതിച്ചില്ലെങ്കിലും വലിയ ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന്, ഉപാധി ഉണ്ട് എന്ന് മനോരമ അഭിമുഖത്തിൽ കെ. സുധാകരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശൻ്റെ അവകാശവാദങ്ങളെ സുധാകരൻ തള്ളിക്കളയുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അന്തിമമായി ഇതിൻ്റെ അനുരണനം എൽദോസ് കുന്നപ്പള്ളിയിൽ മുതൽ ഇങ്ങോട്ട് വലിയ തളിപ്പറമ്പിൽ റിബൽ സ്ഥാനാർത്ഥി മുതൽ ഇങ്ങനെ നിരവധി അനുരണനങ്ങളുണ്ട്, പ്രതിഫലനങ്ങളുണ്ട്. ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ ഒരു ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. വരുന്ന ദിവസം തിങ്കളാഴ്ചയോടെ നാമനിർദ്ദേശ പത്രിക അവസാനമായി ഡേറ്റിലേക്ക് തിങ്കളാഴ്ച കടക്കുകയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കോലാഹലം അതിൻ്റെ പീക്കിലേക്ക് എത്തും. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണങ്ങൾ ന്യൂസ് ചാനലുകൾ സംപ്രേഷണം
ചെയ്ത ഘട്ടത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ പീക്കിലേക്ക് കടക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയായി കേരളം മാറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പതിവ് രീതിയിൽ വലിയ ഫേക്ക് പ്രചരണങ്ങൾക്കും ബിൽഡപ്പിനും ഒന്നും സമയമില്ലാത്ത സാഹചര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട വിഷയമായി ഈ സമീപ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഒരു വലിയ വിഷയമായി. ഇമാതിരി അടികൂടുന്ന ആൾക്കാർ ഭരണത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ചോദ്യം ഭരണപക്ഷം ഉന്നയിക്കുന്ന CPM ഉന്നയിക്കുന്ന സാഹചര്യം, അതിനുള്ള അവസരം അവർക്കുണ്ടാക്കി കൊടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പീക്കിലേക്ക് നിൽക്കുമ്പോൾ കെ സുധാകരൻ്റെ ഈ വാക്കുകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ്റെ മൂന്നാം വരവിനെ തള്ളിക്കളയാത്ത LDF സർക്കാർ ഒന്നുകൂടി മൂന്നാമതും വരും എന്നുള്ള പ്രതീക്ഷകൾക്ക് ബലം നൽകുന്ന പ്രതികരണവുമായി ഇദ്ദേഹം കെ സുധാകരൻ രംഗത്ത് വന്നത്. ഇതിൻ്റെ തുടർ ചർച്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, VD സതീശനൊക്കെ ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.